ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജേർണൽ ഹാർട്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് ടൈറ്റിൽ കണ്ട പോലെ ഇന്നത്തെ വീഡിയോ ഡെസ്ക് മേക്ക് ഓവർ ആണ്. ഇതിപ്പോൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സംഭവത്തിലാണ് വെച്ചാൽ വീഡിയോ എടുക്കുന്നത്. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻട്രോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് സംഭവം. എനിക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം കൊള്ളാം, അല്ലാതെ അതിൽ കൂടുതൽ അല്ലാതെ വേറെ എന്ത് പറയാൻ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രാത്രിയായിട്ടുണ്ട്. സമയം എന്ന് പറഞ്ഞാൽ ഇതാണ് സമയം. എൻ്റെ കുറേ നാളത്തുള്ള ആഗ്രഹമായിരുന്നു ഇങ്ങനെ വൈറ്റ് ടേബിൾ വെച്ചിട്ട് ഇങ്ങനെ എനിക്കിഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ക്യൂട്ട് സാധനങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ അടിപൊളി ടേബിൾ ആക്കണമെന്ന്. അത്രയേ ഉള്ളൂ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഡെസ്കിൻ്റെ അവസ്ഥ. ശരിക്കും ഈ ഓരോ ജേർണൽ ചെയ്ത് കഴിയുമ്പോൾ ഈ സാധനങ്ങൾ അതേ കണക്ക് കൊണ്ട് ടേബിൾ വെച്ചാണ് ഇത് ഇങ്ങനെ ആയിപ്പോയെ. അപ്പോൾ ഇന്ന് നമ്മളിത് മൊത്തം വൃത്തിയാക്കും. എന്നിട്ട് ഇത് വേറെ റൂമിൽ കൊണ്ട് വെച്ചിട്ടായിരിക്കും പുതിയ ഡെസ്ക് വെക്കുന്നത്. ശരിക്കും ഈ ടേബിൾ വൃത്തിയാക്കി കഴിയുമ്പോഴില്ലേ നല്ല രസമാണ് കാണാൻ. അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വൃത്തിയാക്കി തുടങ്ങാം. എനിക്ക് സ്റ്റാർട്ടിങ്ങിലുണ്ടല്ലോ എങ്ങനെ തുടങ്ങണം എന്ന് അറിഞ്ഞൂടായിരുന്നു. കാരണം കുറേ സാധനങ്ങൾ ടേബിളിൽ ഇരിക്കുന്നുണ്ടേ എന്ത് തുടങ്ങണം, എന്തെടുത്ത് ആദ്യം മാറ്റണം, എങ്ങോട്ട് മാറ്റണം എന്നൊക്കെ ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ കുറേ നേരം കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് വെച്ചു, ഇങ്ങോട്ട് വെച്ച് കുറേ സമയം കളഞ്ഞായിരുന്നു. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്ന് ചെറുതായിട്ടൊരു ഐഡിയ കിട്ടി. ആദ്യം തന്നെ ഗിവ് അവേയുടെ ഗിഫ്റ്റ്സ് ഒരു സൈഡിൽ ഒതുക്കാന്ന് വിചാരിച്ചു. പിന്നെ ടേബിളിലുള്ള വലിയ സാധനങ്ങൾ, അതായത് ഈ പ്ലേ ബട്ടണും പിന്നെ ഈ സ്റ്റിക്കർ ടേപ്പിന്റെ ബോക്സ് ഇല്ലേ, അതൊക്കെ മാറ്റി വെച്ചപ്പോൾ ടേബിളിൽ കുറച്ച് സ്ഥലം വന്ന പോലെ. അത് കണ്ടപ്പോൾ എന്ത് ആശ്വാസമായെന്നറിയോ. എന്തൊക്കെയായി ടേബിൾ ഇരിക്കുന്നതെന്ന് നോക്ക്. ചീപ്പ്, മുടി കെട്ടുന്ന ബണ്ണ്, ജോമെട്രി ബോക്സിലെ സ്കെയില്, സ്പീക്കർ, കമ്മലിന്റെ പെട്ടി. ഇത് നോക്ക് ഗൈസ്, എനിക്ക് ടേബിളിന്റെ ഇടയിൽ എന്താണ് കിട്ടിയെന്ന്. ഞാൻ ശരിക്കും 1 വർഷം മുന്നേ, അതായത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ എനിക്ക് എൻ്റെ ടേബിളും റൂമൊക്കെ മേക്ക് ഓവർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനു വേണ്ടി അന്ന് ഉണ്ടാക്കിയ ലിസ്റ്റായിരുന്നു അത്. ടേബിളിൽ കിടക്കുന്ന ഈ ബുക്സൊക്കെ മാറ്റിയപ്പോൾ തന്നെ ടേബിൾ അങ്ങ് തെളിഞ്ഞല്ലേ. ബൈ ദ വേ, ഈ ഒരു കവറിലാണ് എൻ്റെ എല്ലാ ഇങ്ക് സ്റ്റാമ്പ്സും ഇട്ട് വയ്ക്കുന്നത്. ഇത് കൂടാതെ ഈ മെറ്റാലിക് ബോക്സ് പോലെ വരുന്ന 3 കൂടെ ഉണ്ട്. അത് മുകളിലത്തെ റൂമിലാണ് ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇപ്പം ഈ കാണിക്കുന്ന സ്റ്റിക്കർ എന്താ ടേബിളിൽ ഇരുന്നേന്ന്. ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഇത് ടേബിളിൽ കിടന്നത്. സംഭവം എന്താണെന്നറിയോ ഗൈസ്, ഈ ജേർണലില്ലേ, ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ചെയ്തതായിരുന്നു ഈ മഴയുടെ തീമിൽ. ആൻഡ് അതിൻ്റെ വീഡിയോ ഞാൻ അറിയാതെ ഡിലീറ്റ് ചെയ്തു പോയി. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ കണ്ടല്ലോ. എൻ്റെ കളഞ്ഞുപോയ സ്കെയിലൊക്കെ കിട്ടി. പിന്നെ ഗൈസ്, ഒരു കാര്യം പറയട്ടെ, ഞാൻ ശരിക്കും വീഡിയോ എടുക്കുന്ന സമയത്ത് കുറേ ആലോചിച്ചായിരുന്നു. പുതിയ ടേബിൾ ഫിക്സ് ചെയ്യുന്ന മുതൽ ഇട്ടാൽ മതിയോ വീഡിയോയിൽ. അതായത് ഈ ടേബിളിൻ്റെ ഈ ഒരു കോലം ഉണ്ടല്ലോ, ഇത് വീഡിയോയിൽ കാണിക്കണോ, കുറേ പേര് കാണത്തില്ലേ എന്നൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളല്ലേ, കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ ആലോചിച്ചാണ് ഞാൻ ഈ ഒരു ഭാഗം വീഡിയോ എടുത്തത്. ഗൈസ് നോക്ക്, എന്ത് സ്നേഹമുള്ള അനിയത്തിയാണ്. ഞാൻ കഷ്ടപ്പെട്ടിട്ട് വൃത്തിയാക്കുന്നത് കണ്ടിട്ട് എനിക്ക് മാംഗോ ജ്യൂസ് അടിച്ചോണ്ട് വന്നു. ഞാൻ തൽക്കാലത്തേക്ക് തറയിൽ ന്യൂസ് പേപ്പർ വിരിച്ചിട്ടാണ് കുറച്ച് സംഭവങ്ങൾ എടുത്ത് വെച്ചേക്കുന്നത്. എല്ലാം കൂടെ കട്ടിൽ വെച്ചാൽ കട്ടിൽ മൊത്തം പൊടിയാന്ന് വിചാരിച്ചിട്ട്. ടേബിൾ ഇങ്ങനെ വൃത്തിയായിക്കൊണ്ടിരിക്കുന്ന കാണാൻ എന്ത് രസമുണ്ടല്ലേ. ഇനി നമുക്ക് നമ്മുടെ ബുക്സ് അറേഞ്ച് ചെയ്തിട്ട് എടുത്ത് മാറ്റാം. എനിക്ക് ശരിക്കും ബുക്സ് വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി ഈ ഫിക്ഷണൽ ടൈപ്പ്. ഏതെങ്കിലും ഒരു ബുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തറയെ വെക്കത്തേ ഇല്ലല്ലേ. കഴിക്കുമ്പോഴും, ഉറങ്ങാൻ പോകുമ്പോഴും, ബാത്റൂം പോകുമ്പോഴും, കുളിക്കുമ്പോൾ വരെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ബുക്കുണ്ടോ, ദ മാർഷ്യൻ. എൻ്റെ അമ്മോ, ഈ ബുക്ക് വായിച്ചിട്ട് എനിക്ക് ഉറക്കമില്ലായിരുന്നു. ഇതിന്റെ കഥയെന്ന് പറഞ്ഞാൽ ഒരു ടീം ആൾക്കാർ മാർസിൽ പോകും. എന്നിട്ട് അവിടെ നിന്ന് ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും തിരിച്ച് ഭൂമിയിൽ വരും. ഈ ഒരാൾ അവിടെ സർവൈവ് ചെയ്യണം, ജീവനോടെ ഉണ്ട് എന്നൊക്കെ ഭൂമിയിലോട്ട് തിരിച്ച് മെസ്സേജ് അയക്കണം. അപ്പോൾ അതിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾ വായിച്ചിട്ട് എനിക്ക് ടെൻഷൻ കയറിയിട്ട് എനിക്ക് വായിച്ച് തീർക്കണം എന്ന് കണ്ട്. പക്ഷെ വായിക്കാനാണെങ്കിൽ ടെൻഷൻ അടിച്ച് അയ്യോ. കിടിലം ബുക്കാണ്, പക്ഷെ പകുതി വരെ വായിച്ചിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ച ഹാപ്പി ന്യൂസ് പകുതി ആയപ്പോഴാണ് നടന്നത്. ഇനിയും പകുതി ബുക്കുകൾ ബാക്കിയുണ്ട്. അപ്പോൾ എനിക്ക് ആ റോളർ കോസ്റ്റർ ഓഫ് ഇമോഷൻസിൽ കൂടി ഒന്നും കൂടെ പോകാൻ വയ്യാത്തതുകൊണ്ട് ബുക്ക് കംപ്ലീറ്റ് ചെയ്തില്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം. നോക്ക്, മാജിക്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെയാണ് നടന്നതെന്ന്, പക്ഷെ ഇതൊന്നും അല്ല നടന്നത്. പ്യുവർ മാജിക് ആണ്, പ്യുവർ മാജിക്. എനിക്ക് മാത്രമുള്ള ഒരു സീക്രട്ട് കഴിവാണ്, ലോകത്തുള്ള ആരോടും പറയണ്ടെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളല്ലേ, കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ മാജിക് ഒക്കെ ചെയ്ത് ടേബിൾ മാറ്റിയിട്ടുണ്ട്. ഇവിടെ മൊത്തം പൊടിയാണ്. ഇനി ഇത് തൂക്കണം. തൂത്ത് വൃത്തിയാക്കിയപ്പോൾ നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ ടേബിളായിട്ട് കാണിച്ചല്ലോ, അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തം വൃത്തിയാക്കി. ഇത് മറ്റേ കോഴി കുളിച്ചിട്ട് വന്ന് കുടഞ്ഞ് ഇണക്കിയിരിക്കുന്നത്. നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് കാര്യം പറയാം. ഇവിടെ മറ്റേ ടേബിൾ മാറ്റിയിട്ടുണ്ട്,
മൊത്തം വൃത്തിയാക്കിയിട്ടുണ്ട്. ആസ് യു കെൻ സീ. ഇനി നാളെ നമ്മുടെ പുതിയ ടേബിൾ നമ്മൾ ഫിക്സ് ചെയ്യും. പിന്നെ അത് മേക്ക് ഓവർ ചെയ്യും. ലൈക്ക് ഡെക്കറേറ്റ് ചെയ്യും. പുതിയ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി സംഭവങ്ങളൊക്കെ നാളെ ആയിരുന്നു. അപ്പോൾ ഇനി കുളിച്ചിട്ട് ഒരു കഴിക്കട്ടെ, വിശക്കുന്നു. അപ്പോൾ ഗൈസ്, ഇന്ന് രാവിലെ ഭയങ്കര മഴയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാഗ്യത്തിന് നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ സംഭവത്തിൻ്റെ ബാക്കിയാണ് ചെയ്യാൻ പോകുന്നത്. മഴ പെയ്തുകൊണ്ട് ഭയങ്കരമായിട്ട് ചീവീടിൻ്റെ സൗണ്ട് ഉണ്ട്. സോ അപ്പോൾ ലെറ്റ്സ് ഗോ. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് നമ്മുടെ ഡെസ്കിൻ്റെ ബാക്കി മേക്ക് ഓവർ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇൻട്രൊഡ്യൂസിങ് മൈ സിസ്റ്റർ ഇഷാന താര. ഞാൻ എറണാകുളത്ത് പോയതിൻ്റെ മിനി വ്ളോഗ് ഷോർട്സിലിട്ടപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു ഈ ബോയ് കട്ടുള്ളത് ആരാ, ആ കുട്ടിയുടെ ഫാഷനൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ. അപ്പോൾ ഷീസ് മൈ അനിയത്തി. ഞാനും അവളും തമ്മിൽ 6 വയസ്സ് വ്യത്യാസമുണ്ട്. പിന്നെ ഗൈസ്, ഈ സാധനത്തിന് എന്ത് വെയിറ്റാന്ന് അറിയോ? ഇത് വെച്ച് മാത്രം വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. പിന്നെ ആസ് യു ക്യാൻ സീ ഇതിൽ കുറേ സാധനങ്ങളുണ്ട്. ഈ ഇൻസ്ട്രക്ഷൻ്റെ പടം കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. കാരണം ഓരോ തടിയിൽ ഇനി നമ്പർ ഉണ്ടെങ്കിലും മനസ്സിലാക്കാൻ ഭയങ്കര പാടാ. ഇന്നത്തെ വീഡിയോക്ക് നല്ല വെയിലായിരിക്കും, നല്ല ലൈറ്റ് ആയിരിക്കും എന്നും പറഞ്ഞിരുന്നപ്പോൾ നോക്ക് ഒന്നും കൊണ്ടങ്ങ് മഴ. പക്ഷെ കുഴപ്പമില്ല, നല്ലതാ. പിന്നെ ഈ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ സ്ക്രൂ ഇടാൻ വേണ്ടിയിട്ട് 2 തടി കഷ്ണം ഇങ്ങനെ നമ്മൾ കൈ വെച്ച് പിടിച്ച് ചേർത്ത് വെക്കുമ്പോൾ പാടല്ലേ, തെന്നിയൊക്കെ പോകത്തില്ലേ, അങ്ങനത്തെ പ്രശ്നം വരാതിരിക്കാനുള്ള സംഭവമാണിത്. അതായത് ഞാൻ കാണിച്ചു തരാം. നോക്ക്, ഇതേപോലെ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴേ സ്ക്രൂ ഇടാതെ തന്നെ കറക്റ്റ് ആയിട്ട് അതിരിക്കും. അതുകൊണ്ട് എനിക്ക് ഈ സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് നോക്ക്, ഈ സെയിം ടേബിൾ ബാക്കി യൂട്യൂബ് ചാനലിൽ ഓരോരുത്തർ ഇങ്ങനെ അൺബോക്സ് ചെയ്ത് ഫിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു. പിന്നെ സ്ക്രൂ ഇടുന്ന ചടങ്ങായി. 2 ബോർഡുകൾ തമ്മിൽ ഒട്ടിച്ചതിന് സന്തോഷത്തിലിരുന്നപ്പോഴാണ് അസംബിൾ ചെയ്യുന്നതിന്റെ യൂട്യൂബ് വീഡിയോ ഉണ്ടെന്ന് അറിഞ്ഞത്. ആൻഡ് ഇതിലാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയൊക്കെ അസംബിൾ ചെയ്യേണ്ടത്. ഇത്രയും പ്രൊഫഷണൽ ആയിട്ടൊരു സ്ക്രൂ ഡ്രൈവർ കിറ്റ് ഇവിടെ ഉണ്ടായിരുന്നിട്ടാണ് ഞാൻ ടെസ്റ്റർ വെച്ച് ആദ്യം കറക്കിക്കൊണ്ടിരുന്നത്. ആൻഡ് ഗൈസ്, എനിക്ക് നല്ലൊരു സ്ക്രൂ ഡ്രൈവറും ഇതിന്റെ യൂട്യൂബ് വീഡിയോ കിട്ടിയ സന്തോഷത്തിലും ഇത് ഫുൾ അസംബിൾ ചെയ്യുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. എനിവേസ്, നമ്മുടെ ടേബിൾ സെറ്റ് ആയി ഗൈസ്. ഓൾ താങ്ക്സ് ടു യൂട്യൂബ് വീഡിയോ. ഇത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. സമയം 5:45. ഇനി ഈ ബോക്സ് ഒക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് നമ്മുടെ ടേബിൾ കറക്റ്റ് സ്ഥലത്ത് വെക്കാൻ. നിങ്ങൾ വീഡിയോന്റെ സ്റ്റാർട്ടിങ് പോലെ ശ്രദ്ധിച്ച് കാണും, എനിക്കൊരു ഗിറ്റാർ ഉണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ ഒരു നോർമൽ വ്ളോഗ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. ഇപ്പൊ കേൾപ്പിക്കാത്തതിന് കാരണം വേറെ ഒന്നുമില്ല, ഇതാണത് ആ ചുറ്റുമുള്ള സൗണ്ട്. മഴയും ചീവീടും വല്യമ്മയുടെ പട്ടിയും. ഇതേ ഞാൻ ഇന്നലെ തൂത്തതല്ലേ, അതിനിടയ്ക്ക് വീണ്ടും പൊടിയായാ? കുഴപ്പമില്ല. ശരിക്കും നമ്മുടെ ഈ പുതിയ ടേബിളിൽ ഇതിന് 100 സെന്റിമീറ്ററാണ് ലെങ്ത്. പക്ഷെ എൻ്റെ പഴയ ബ്രൗൺ ടേബിൾ ഉണ്ടായിരുന്നല്ലോ, അതൊരു 130 സെന്റിമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വെച്ചപ്പോൾ ചെറിയൊരു ടേബിൾ പോലെ എനിക്ക് തോന്നുന്നു ഞാൻ മിക്കവാറും ഒരു ടേബിളും കൂടെ വാങ്ങിക്കും. കാരണം എൻ്റെ പഴയ ടേബിൾ വെച്ച് നോക്കുമ്പോഴല്ലേ ഇത് ഭയങ്കര ചെറുത്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേറെ ഒന്ന് വാങ്ങാം, കുഴപ്പമില്ല. ഈ ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ടേബിള്. ഇനി നമുക്ക് 2 പെട്ടി പൊട്ടിക്കാം. ഓൾറെഡി പൊട്ടിച്ച പെട്ടിയാണ്, പക്ഷെ എന്നാലും അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഓർഗനൈസർ ഞാൻ ഡൈക്കട്ട് സ്മാർട്ട് എന്നാണ് വാങ്ങിച്ചത്. ഇതിന്റെ 2 സൈഡിലും കണ്ടോ പെഗ് ബോർഡ് പോലത്തെ സംഭവമാണ്. ഞാൻ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അതിൽ 3 എണ്ണത്തിന്റെ പടമാണ് കൊടുത്തിരുന്നത്. ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലാണെങ്കിൽ 1 ഉള്ളൂ എന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ 3 എണ്ണം കിട്ടുമെന്നും പറഞ്ഞാൽ വാങ്ങിച്ചത്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ കുറേ പ്രാവശ്യമായിട്ട് കുഴപ്പമില്ല എന്ന് പറയുന്നില്ലേ. ഈ ഓർഗനൈസർ ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ് മീഷോന്ന്, ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി. പിന്നെ ഈ ഒരു പിങ്ക് കളറിലെ ഓർഗനൈസർ എൻ്റെ കയ്യിൽ കുറേ നാളായിട്ടുള്ളതാ. വാങ്ങിച്ചിട്ട് 2 വർഷത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു. പുതിയ ടേബിളിലും കൂടെ വെക്കുന്ന സ്ഥിതിക്ക് ഇത് വൃത്തിയാക്കാന്ന് വിചാരിച്ചു. കാരണം നോക്ക്, ഈ ആദ്യമായിട്ടൊക്കെ യൂസ് ചെയ്ത സ്റ്റിക്കേഴ്സിന്റെ പ്ലാസ്റ്റിക് വരെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് വൃത്തിയാക്കിയിട്ട് ഓരോന്ന് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാം. എന്തെല്ലാമാണെന്ന് നോക്കൂ. ശരിക്കും ഇപ്പോൾ കാണിക്കുന്ന സ്റ്റിക്കേഴ്സ് ഇല്ലേ, ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച സ്റ്റിക്കേഴ്സാണ്. അതുകൊണ്ട് അന്ന് മുതൽ ഞാൻ ആ പിങ്ക് ഓർഗനൈസറിന്റെ മണ്ടയിലാണ് വെച്ചിരുന്നത്. പിന്നെ ഓരോ സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ താഴോട്ടൊക്കെ വെച്ച് തുടങ്ങി. ഇനി ഈ പ്രിന്റഡ് പേപ്പേഴ്സ് ഞാൻ മീഷോ എന്നാണ് വാങ്ങിച്ചത്. ഇതിൽ വാൻഗോഗിന്റെ കുറച്ച് പെയിന്റിങ്സും പിന്നെ വിന്റേജ് ആയിട്ടുള്ള പ്രിന്റഡ് പേപ്പേഴ്സാണുള്ളത്. ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ഈ സ്റ്റിക്കേഴ്സിന് പകരം നമുക്ക് ടേപ്പുകളും ഉള്ളത്. കാരണം നമുക്ക് കറക്റ്റായിട്ട് അത് വെക്കാനുള്ള സ്ഥലമുണ്ട്, എടുക്കാനും എളുപ്പമാണ്. എനിക്ക് ശരിക്കും ഈ ഗേൾ സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, ഒരേ ടൈപ്പിലും ഒരേ പാറ്റേണിലും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഇഷ്ടം. ആൻഡ് ആസ് യു ക്യാൻ സീ ഇതെല്ലാം മിക്സ് ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടെ അറേഞ്ച് ചെയ്യാം. അതായത്
അതായത് ഇതാ നോക്ക്, ഈ 3 എണ്ണം ഇല്ലേ, ഇത് ഒരേ കാറ്റഗറിയിൽ വരുന്ന സ്റ്റിക്കേഴ്സാണ്. പിന്നെ ഈ പ്രിൻസസ് തീമിൽ 2 എണ്ണം. അപ്പോൾ ഞാൻ ഈ കളർ വെച്ച് അറേഞ്ച് ചെയ്തതിനെ കാട്ടി ഈ കാറ്റഗറി വെച്ച് അറേഞ്ച് ചെയ്യാൻ എനിക്കിഷ്ടം. പിന്നെ ഇതിൻ്റെ 2ാമത്തെ നിലേൻ്റെ കാര്യം പറയണ്ട, മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിട്ടായിരിക്കുന്നത്. ഈ ഹാലോവീനിലെ സ്റ്റിക്കേഴ്സ് നമുക്ക് ഒക്ടോബറിൽ മതിയല്ലോ ഇനി, അതുകൊണ്ട് നമുക്കിത് മുകളിൽ വയ്ക്കുന്നതിന് വരെ താഴെ വയ്ക്കാം. ഇനി ഈ ഒരു പ്ലാസ്റ്റിക് ഓർഗനൈസറിൻ്റെ അകത്താണ് ഞാൻ എൻ്റെ മിനി ജേണലും കുറച്ച് ടേപ്സും പിന്നെ വലിയ സ്റ്റിക്കേഴ്സൊക്കെ വയ്ക്കുന്നത്. നമ്മളന്ന് DIY ആയിട്ട് ചെയ്ത ജേണലില്ലേ, അതാണിത്. ഈ 2 സ്റ്റിക്കേഴ്സ് ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ ഞാൻ ഡൈക്കറ്റ് സ്മാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള കപ്പാണ്. ഞാനിത് വാങ്ങിച്ചപ്പോൾ വിചാരിച്ചത് ഈ ടേബിളിൽ വെക്കാൻ സ്ഥലമില്ലെങ്കിൽ ഈ ബ്രഷൊക്കെ ഇട്ട് വെക്കാമെന്നാ. ഈ ഒരു ഹാൻഡിൽ വെക്കാൻ എത്ര സമയം എടുത്തെന്നോ. Many hours later. Many months later. അന്ന് ലെഫ്റ്റ് സൈഡിൽ 2 വൈറ്റും റൈറ്റിൽ 2 പിങ്കും ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. എന്താ ഈ ഒരു അടുത്ത ഓർഗനൈസർ എനിക്ക് അഞ്ജു ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാണ്. ദിസ് ഇസ് ലൈക്ക് സോ ക്യൂട്ട്. എനിക്കറിയാം ഗൈസ്, ഞാനന്ന് ഫേസ് റിവീൽ ചെയ്ത മുതലേ ഞാൻ പറയുന്നുണ്ട് അഞ്ജു ചേച്ചി ഗിഫ്റ്റ് ചെയ്തത് ഞാൻ കാണിച്ചു തരാന്നൊക്കെ. പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നു പോകുന്നതാ. അതുകൊണ്ട് ഈ ആഴ്ച തന്നെ ഞാൻ ചേച്ചി ഗിഫ്റ്റ് ചെയ്ത സംഭവങ്ങൾ വെച്ച് വീഡിയോ ഇടുന്നതായിരിക്കും. ശരിക്കും നല്ല ക്യൂട്ടല്ലേ? നമ്മുടെ ഇന്നത്തെ തീമിന് നല്ല ചേരുന്നുണ്ട്. അയ്യോ ബൈ ദ വേ, ഞാൻ ഇന്നത്തെ തീമിനെ പറ്റി പറഞ്ഞില്ലാന്ന് തോന്നുന്നു. എനിക്ക് ശരിക്കും ഈ ഒറ്റ കളറിൽ ചെയ്യുന്നതിനെ കാട്ടി പല കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഇഷ്ടം. അതായത് എല്ലാ കളേഴ്സിന്റെ ഒരു പേസ്റ്റൽ ഷെയ്ഡ് വരുന്ന പോലെയല്ലേ, ഒറ്റ പ്ലെയിൻ വൈറ്റ് അല്ലെങ്കിൽ പ്ലെയിൻ പിങ്ക് അല്ലെങ്കിൽ 2 കളേഴ്സ് വെക്കുന്നതിനെ കാട്ടി. അതുകൊണ്ട് ഞാൻ ഒട്ടുമിക്ക കളേഴ്സ് ടേബിൾ വെക്കാൻ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടും കൂടി ഞാൻ ബ്ലൂ കളറിലെ പെൻസ് വാങ്ങിച്ചത്. അപ്പൊ നമുക്കിപ്പോൾ വൈറ്റ് ആയി, പിങ്ക് ആയി, ബ്ലൂ ആയി. പിന്നെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഐസ്ക്രീം തീമിലെ ജെൽ പെൻസ് എല്ലാവർക്കും അറിയാമല്ലോ. ദീസ് ആർ ലൈക്ക് മൈ ഫേവറേറ്റ് പെൻസ്. ഇത് നോക്ക് ഗൈസ്, നമ്മുടെ മിനി ജേണൽ വെക്കാൻ കറക്റ്റ് സ്ഥലമുണ്ട്. നോക്ക്, ഞാൻ പറഞ്ഞില്ല എനിക്ക് എല്ലാ കളേഴ്സും കൂടെ വരുന്നതാണ് ഇഷ്ടമെന്ന്. അതുകൊണ്ട് ഞാൻ പച്ച കളറുള്ള ക്ലോക്ക് വാങ്ങിച്ചത്. ഇത് ഞാനന്ന് എറണാകുളത്ത് ഡൈക്കറ്റ് സ്മാർട്ടിൽ പോയില്ലേ, അന്ന് വാങ്ങിച്ചതാ. അയ്യോ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഡൈക്കറ്റ് സ്മാർട്ടിൽ പോയപ്പോൾ വാങ്ങിച്ച സാധനങ്ങളുടെ വീഡിയോ ഇട്ടില്ലല്ലേ. അതുകൊണ്ട് ഗൈസ്, ഞാൻ അഞ്ജു ചേച്ചി തന്ന ഗിഫ്റ്റ്സും ഡൈക്കറ്റ് സ്മാർട്ടിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളുടെ വീഡിയോ ഈ ആഴ്ച തന്നെ ഇടാമേ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ടാണ്. നോക്ക്, ഈ വാഷി ടേപ്പ് ഞാൻ മീഷോന്നാണ് വാങ്ങിച്ചത്. ഞാൻ ഇതിന്റെയും ഈ ഓർഗനൈസറിന്റെയും പിന്നെ മീഷോന്ന് വാങ്ങിച്ച എല്ലാ സാധനങ്ങളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമേ. അത് ക്ലിക്ക് ചെയ്തിട്ട് വർക്കായില്ലെങ്കിൽ അത് കോപ്പി ചെയ്ത് ഗൂഗിളിൽ പേസ്റ്റ് ചെയ്താൽ മതി. ഇനി ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചതിന്റെ ലിങ്ക് അല്ലാതെ വീഡിയോയിൽ കൊടുക്കാം. അതൊക്കെ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ സൈറ്റിലോട്ട് പോകും. ശരിക്കും എനിക്ക് വാഷി ടേപ്പില് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് എന്ത് ഭംഗിയാ നോക്ക്. ഞാൻ ശരിക്കും വാങ്ങിച്ചപ്പോൾ ഇത്രയും ക്യൂട്ടായിരിക്കും എന്ന് വിചാരിച്ചില്ല. നല്ല പേസ്റ്റൽ കളർ ആൻഡ് ഇതിൽ കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള നമ്പറാണുള്ളത്. നോക്ക്, ഇതാണ് നമ്മുടെ അടുത്ത കളർ. ആദ്യം വെച്ചത് റബ്ബറും ബാക്കി 2 പെൻസിലുമാണ്. അപ്പൊ നമ്മുടെ ടേബിളിൽ ശരിക്കും വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പർപ്പിൾ ഉണ്ട്, ഇപ്പൊ ഓറഞ്ചും ഉണ്ട്. ഇപ്പൊ റെഡും വന്നു. ഈ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു ബുക്ക് ഞാനന്ന് ഡൈക്കറ്റ് സ്മാർട്ടിൽ ഇപ്പോൾ വാങ്ങിച്ചതാ. ആൻഡ് എനിക്ക് ഈ ബുക്കിനെ കാട്ടി കുറച്ചും കൂടി സ്റ്റാർ ഷേപ്പിലാണ് ഇഷ്ടപ്പെട്ടത്. നല്ല ക്യൂട്ടല്ലേ കാണാൻ. ആൻഡ് നെക്സ്റ്റ് ബ്രൗണും വന്നു ഗൈസ്. ഇതും ഞാൻ അന്ന് വാങ്ങിച്ചതാ. എല്ലാം കൂടെ കാണിച്ചൊരു വീഡിയോ ഇടാമേ. ഇപ്പോൾ സംഭവിച്ചതിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഈ ബുക്കാണെങ്കിൽ ഒരു വിധത്തിൽ അവിടെ ഇരിക്കുന്നില്ലായിരുന്നു. അങ്ങനെ കുറേ പ്രാവശ്യം ഇത് എടുത്ത് വെച്ചിട്ടാണ് നേരെ ഇരുന്നത്. പിന്നെ ഈ ഒരു സ്റ്റിക്കി നോട്ട് ഞാൻ പണ്ട് ലുലു മോളിൽ പോയപ്പോൾ അവിടുത്തെ ഫാക്ടർ നോട്ട്സിനാണ് വാങ്ങിച്ചിരുന്നത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചില്ല ഡെസ്ക് മേക്ക് ഓവറിന്റെയും റൂം മേക്ക് ഓവറിന്റെയും ലിസ്റ്റ്. അത് ഇതിലാണ് ചെയ്തത്. പിന്നെ ഇത് ശരിക്കും നമ്മുടെ മിനി ജേർണൽസ് വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഓർഗനൈസർ ആണെന്ന് തോന്നുന്നു. കാരണം നോക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ ടേബിൾ ചെയ്ത് കഴിഞ്ഞു. എനിക്കിതിൻ്റെ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് അയ്യോ, എൻ്റെ എത്ര നാളത്തെ ആഗ്രഹമാണെന്ന് അറിയൂല ഇങ്ങനെ ഒരു വെള്ള ടേബിളും പിന്നെ അത് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം. സോ
കാണിച്ചുതരാം. സംഭവം കഴിഞ്ഞിട്ടില്ല, ഒരു കുഞ്ഞു സർപ്രൈസും കൂടെ ഉണ്ട്. ഈ ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ ആ ടേബിളിന്റെ ലുക്കേ അങ്ങ് മാറിയല്ലേ, അടിപൊളി ലൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അയ്യോ, നമ്മൾ സ്റ്റിച്ചിനെ വെച്ചില്ല. ഞാൻ ഇത് തന്ന ഫേസ് റിവീലിന്റെ വീഡിയോയിൽ ഞാൻ സ്റ്റിച്ചിനെ മറന്നുപോയി, സ്റ്റിച്ചിനെ കിട്ടി. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നോക്ക്, നല്ല ലൈറ്റ്. സാധനം വെച്ച് വീഡിയോ എടുത്താലും മതി. നല്ല 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 രസമുണ്ട് കാണാൻ.